വർഷങ്ങളായി കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് എറണാകുളം ജില്ലയിലെ വളന്തകാട് ദ്വീപ് നിവാസികൾ. പൈപ്പ് സ്ഥാപിച്ചിട്ടും കുടിവെള്ളമില്ലാതെ നെട്ടോട്ടമോടുകയാണ് ദ്വീപിലെ 55 കുടുംബങ്ങൾ. നിരവധി തവണ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ഇവരുടെ ആക്ഷേപം. എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷനുണ്ട്. പക്ഷേ കുടിക്കാനുള്ള ഒരു തുള്ളി വെള്ളമില്ല. ഇങ്ങനെ പൈപ്പിന് താഴെ കുടവും വെച്ച് അവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. 55 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വളന്തകാട് ദ്വീപ്. ചുറ്റും വെള്ളം. പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായി കിലോമീറ്ററുകൾ നടക്കണം. വള്ളം തുഴഞ്ഞ് അക്കരയെത്തണം. ഈ ദുരിതം തുടങ്ങിയിട്ട് 1-2 ദിവസമല്ല, വർഷങ്ങളായി. ഒരു സോപ്പ് തേച്ചാൽ പതയില്ല. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇവിടെ ഞങ്ങൾ 55 വീടുണ്ട്. പക്ഷേ ഇത് എന്ത് ഇവര് അവിടെയൊക്കെ വെള്ളം വെറുതെ പോണേ. ഇതെന്താണ് ഞങ്ങളോട് ഇങ്ങനെ മാത്രം കാണിക്കണത്? ഈ കുഞ്ഞുങ്ങളൊക്കെ ഉപ്പടത്തെ കുളിപ്പിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾക്ക് ഇല്ല, ആ ടാങ്ക് വെച്ചേക്കണത് അക്കരെ വെച്ചേക്കണത് അതിൽ നിന്നാണ് വെള്ളം എടുത്തിട്ട് നല്ല വെള്ളം കുടിക്കണത്. ഉപ്പടത്തിലെ ഞങ്ങളുടെ കുളിയും അലക്കും ഒക്കെ. എന്ത് ജീവിതവും ഞങ്ങളുടെ ഇത്. ഞങ്ങൾക്കന്ത ഒരു വിലയില്ലേ. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപിൽ കുടിവെള്ളം കിട്ടാത്തതിനെ തുടർന്ന് പലരും ബന്ധുവീടുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ത്വക്കുരോഗത്താൽ പലരും ചികിത്സയിലാണ്. ദ്വീപിനക്കരെയുള്ള ടാങ്കിലാണ് കുടിവെള്ളം എത്തുന്നത്. പിന്നീട് തുഴഞ്ഞ് അക്കരയെത്തി വെള്ളം ശേഖരിക്കും. ഈ ഫ്ലാറ്റിലുള്ള കുട്ടികളെല്ലാം കുളിച്ച് ശുചീകരണത്തോടുകൂടി സ്കൂളിൽ പോകാൻ നേരത്ത് ഞങ്ങളുടെ കുട്ടികൾ ഈ കായലിലുള്ള വെള്ളത്തിൽ കുളിച്ചുകൊണ്ട് ജലജന്യ രോഗങ്ങൾ ഒരുപാട് മലിനമായിട്ടുള്ള ജലത്തിലാണ് ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ. ഇപ്പം നമ്മൾ ആ കുഞ്ഞിനെ കണ്ടാണ്. ആ കുഞ്ഞ് വരും ഈ നമ്മുടെ കായലിലെ വെള്ളത്തിലാണ് കുളിച്ചും കൊണ്ട് സ്കൂളിൽ പോകണം. കക്കവാരിലെ തൊഴിലാളികളാണ് കൂടുതലുള്ളത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ശുദ്ധജലത്തിലൊന്ന് കുളിക്കാനിട്ട് നമുക്ക് ആർക്കും തന്നെ പറ്റാറില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിദ്യാലയങ്ങളിൽ തന്നെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് ശുചിത്വത്തോടുകൂടി സ്കൂളിൽ വരണമെന്ന്. ഞങ്ങളുടെ കുട്ടികൾ ശുചിത്വത്തോടുകൂടി ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ തന്നെ വെള്ളമില്ല. പ്രശ്നങ്ങൾ ഗുരുതരമായപ്പോൾ അധികാരികളുടെ അടുത്തേക്ക്. പക്ഷേ മറുപടിയില്ല. താൽക്കാലിക പരിഹാരമായി എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ നൽകി. എന്നാൽ വെള്ളം മാത്രമില്ല. വളന്തകാട് ദ്വീപിൽ പുഴയിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പുകളിൽ ചോർച്ച പരിശോധിക്കാൻ അധികൃതർ എത്തിയിരുന്നുവെന്നും വെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത്. എന്നാൽ കൃത്യമായുള്ള മറുപടി ദ്വീപ് നിവാസികൾക്ക് കിട്ടിയിട്ടില്ല. ചുറ്റും വെള്ളമാണ്, പക്ഷേ കുടിക്കാനായിട്ട് മാത്രം ഒരു തുള്ളി വെള്ളമില്ല. ഇനി ഇവർ കയറി ഇറങ്ങാനായിട്ടും ഒരിടവുമില്ല. ഇവർ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു തുള്ളി വെള്ളമാണ്, ദാഹമകറ്റാൻ. ക്യാമറമാൻ അനു വി നായർക്കൊപ്പം അൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ആധുനിക സൗകര്യങ്ങളൊക്കെ ഏറെ ഉള്ള ഇക്കാലത്തും കുടിവെള്ളത്തിനായി കുടുംബങ്ങൾ കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടി വരുന്ന അവസ്ഥ അത് വേദനിപ്പിക്കുന്നത് തന്നെയാണ്. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഒരു തുള്ളി പോലും കുടിക്കാനില്ല എന്നതാണ് വളന്തക്കാട് ദ്വീപ് നിവാസികളുടെ ദുരവസ്ഥ. എന്നാണ് ഇതിനൊരു അറുതി വരിക എന്നാണ് അവർ ചോദിക്കുന്നത്. ഗുളിക തിന്നിട്ട് വെള്ളം കുടിക്കാനില്ല. ഗുളികയെ തിന്നിട്ട് വെള്ളം കുടിക്കാനില്ല, അത്രയും പറയാനുള്ളൂ. എനിക്ക് സുഖമില്ലാണ്ടിരിക്കണേ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് ബാധിക്കും. വെള്ളം കിട്ടിയെങ്കിൽ ഇവിടെ വെള്ളം, അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, വെള്ളം തീരെ ഇല്ല. ഞങ്ങളുടെ മെമ്പർ പറഞ്ഞത് ഇവിടെ പൈപ്പ് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ചെന്നപ്പോൾ പറഞ്ഞത് പൈപ്പ് നന്നാക്കാൻ ആൾ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് പോരുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു വാർഡ് മെമ്പർ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഈ വെള്ളമില്ലെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഇങ്ങോട്ട് നോക്കിയിട്ടില്ല. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ ചെന്നപ്പോഴത്തേക്കും അവർക്ക് ബോധക്ഷയം വന്നു. അപ്പം തന്നെ തൂത്തുവാരി കൊണ്ടുപോയി. അതൊരു നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ എന്ന് കമ്മിറ്റി കൂടുമ്പോഴും ഇത് നടക്കണമെന്ന് ഞങ്ങൾ അറിയാറുണ്ട്. വെള്ളം ഇപ്പം ഞങ്ങൾക്ക് പുതിയ പൈപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറഞ്ഞ് മറ്റേ പുതുവൈപ്പ് കളയാൻ പോണെയാണ്. അതുകൊണ്ട് സ്വന്തം പൈപ്പ് ഇട്ട് തന്നെ ഒരു പൈപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ പുതുവൈപ്പിലും വെള്ളമില്ല, ഈ ഇട്ടാന്ന പൈപ്പിലും വെള്ളമില്ല. വെള്ളം കിട്ടിയിട്ട് ഒരുപാട് നാളായി. ആ പുതിയ ടാപ്പ് കൊണ്ടുവന്നിട്ടേ പിന്നെയാണ് ആ വീട് കളക്ഷൻ പറഞ്ഞ് കൊണ്ടുവന്നിട്ടേ പിന്നെയാണ് വെള്ളം ഒട്ടും ഇല്ലാണ്ടായേക്കണത്. എന്നാൽ അതിനെന്തായാലും ഒരു പ്രതിവിധി ഒന്നല്ല അവർ വന്ന് നോക്കിയെല്ലാം ചെയ്യണ്ടേ കൗൺസിലർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.